ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും തനുസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 2 കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, 1 സവാള ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞതും എടുക്കണം. ഇനി ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ചു കൊടുക്കുന്നു. ഇനി ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിലേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിലടിപ്പിക്കുക. ഇപ്പം 3 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. പ്രഷർ കംപ്ലീറ്റും പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് എന്താ ചേർക്കുന്നതെന്ന് ഞാൻ പറയാം. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ കിഴങ്ങ് കറിക്കകത്ത് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി അടുപ്പിലേക്ക് നമുക്ക് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഉപ്പ് കുറവായതിനാൽ ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. കിഴങ്ങ് കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെക്കാം. ഇനി താളിക്കാനുള്ള കാര്യമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ കടുകും കരിവേപ്പിലയും കൂടെ കിഴങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇനി നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ബൗളിലേക്ക് ആവശ്യത്തിന് കോരിയെടുക്കാം. നല്ല സൂപ്പർ കിഴങ്ങ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഗ്രീഡിയൻസ് കുറവാണെന്ന് പറഞ്ഞ് ആരും ചെയ്യാതെ പോകരുത്. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പം, പൊറോട്ട, ഈ പറഞ്ഞ പലഹാരങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.